ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഹംദൻ്റെ ബാക്ക് ടു സ്കൂൾ ഡേ ആണ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഹംദ തിരിച്ച് സ്കൂളിലേക്ക് പോകലാണ്. കുറച്ചധികം തന്നെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. അതല്ലാണ്ട് ഇപ്പം മഴയെല്ലാണ്ട് കുറേ ലീവെല്ലാം ഉണ്ടായിട്ടില്ലേ. അപ്പം ഏകദേശം ഒരു മാസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി ഫുള്ള് ലീവാണ്. അങ്ങനെ പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഓളെ കൊണ്ടായി കൊടുക്കണമെന്ന് ഓൾക്ക് ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാനും വിചാരിച്ച് ഫസ്റ്റ് ഡേ അല്ലേ, എങ്ങനെയാ ഏതാ പുതിയ ടീച്ചറുമായിട്ട് പരിചയപ്പെടാനും എല്ലാം പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ സ്കൂളിലെത്തുക കേട്ടോ. അങ്ങനെ ഹംദനെ പിന്നെ സ്കൂളിൽ ഇറക്കിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വരും. അങ്ങനെയെല്ലാമായിട്ട് പിന്നെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഹംദൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കണം നോക്കുന്ന നിർബന്ധമായിരുന്നു. അങ്ങനെയെല്ലാം എടുത്തിട്ടാണ് പോയിന്. പക്ഷേ എന്താ പറയുക, അങ്ങോട്ട് ഇതൊന്നും അലൗഡല്ല. അപ്പം നമ്മൾ അതേപോലെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വല്ലാത്ത നിയമമായി പോയിട്ടാ. കുട്ടികളെയും എല്ലാം സന്തോഷമല്ലേ. പക്ഷേ എന്താ പറയുക, ടീച്ചേഴ്സിന് പോലും സ്വന്തം ക്ലാസ് ടീച്ചേഴ്സിന് പോലും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ഒന്ന് പുറത്ത് പോവുക. നമ്മളെ ഫാമിലിയിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. ഹൗസ് വാമിങ് എല്ലാം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോന്നിയാന്ന് കേട്ടാ. എനിക്കല്ല, എൻ്റെ സിസ്റ്ററിന് ഉച്ചാക്കും റുഫൈസാക്കുമാണ് ഡ്രസ്സ് എടുക്കേണ്ടത്. അപ്പം ഞാൻ വരുന്നില്ല എന്ന് കുറേ പറഞ്ഞിട്ടുണ്ടേനു. പിന്നെ എന്താ പറയുക, സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞാനും കൂടി പോയിട്ടുണ്ട്. ഫസ്റ്റ് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കണം, അത് മസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ഷോപ്പിലേക്ക് പോയി. കുറേ ഡ്രസ്സെല്ലാം നോക്കി. എനിക്ക് അവിടെ കാണിച്ചതിൽ ഒരു ഡ്രസ്സ് ഇഷ്ടമായി. അപ്പം അതവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവർ രണ്ടാളും വേറെ വേറെ മോഡലായിട്ട് ഒരു ഓഫ് കളറാണ് വേണ്ടത്. അപ്പം കണ്ടതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ രണ്ടുപേർക്കും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ അത് ഇട്ട് നോക്കി. പിന്നെ ഇതാണ് കേട്ടോ, ഒന്ന് ഡ്രസ് കോഡല്ല, പക്ഷേ എന്താ പറയുക, ഓഫ് വൈറ്റ് വേണം, എല്ലാവരും ഓഫ് വൈറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ട്. ഇതുപോലെ ഞാൻ മുന്നേ ഒരു ഹൗസ് വാമിങ്ങിന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റഷീലിൻ്റെ ടൈമിൽ. ഇനി ഇവർക്ക് എടുക്കാൻ വന്നേനു. ഇതാണ് റുഫൈസാക്ക് നോക്കിയത്. ഇതെനിക്ക് ഇഷ്ടമായി കേട്ടോ. അവിടെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്കിതാ കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. അങ്ങനെ ഇട്ട് നോക്കി, രണ്ടുപേർക്കും ഓക്കെ ആയി. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് അവരെ പ്ലാൻ അങ്ങ് മാറി. വേറൊരു ഷോപ്പിലും കൂടി കയറി നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് വേറൊരു ഷോപ്പിലേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ അതെടുത്തോ. അതിട്ടോക്ക്, പാൻറ്റും കൂടി ഇട്ട് സെറ്റ്. ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നു. ഓ അത് നല്ല ഷൂ ഇട്ടോക്ക്. ഇല്ല അത് ഓക്കെ. അത് നാഫ് കൊണ്ടുപോയി നമ്മളെ നാഫിന്റെ അടുത്ത് നീ കൊടുത്തിട്ടില്ലേ? ഇതും ഇട്ടോ നീ എല്ലാവരും ഇട്ടോ. എന്താ പിന്നെ രണ്ടാമത് പോയ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് ഓക്കെ, രണ്ടുപേർക്കും ഇഷ്ടമായി. ഏകദേശം സെയിം ആയിട്ടുള്ള ഡ്രസ്സ് അവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഹംദക്ക് പുറത്ത് ഷോപ്പിലേക്ക് പോയാലുള്ള പണിയാണ് ഈ നിലത്തെല്ലാം ഈ സ്റ്റോണെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം പെറുക്കലേട്ടാ. അതങ്ങനെ പെറുക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കും. ആ കൊണ്ടുവന്നതെല്ലാം ഇപ്പോഴും റൂമിലുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. ഇങ്ങനെ ഷോപ്പിൽ കല്ലെല്ലാം പെറുക്കാൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചോ, കോണ്ടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഷോപ്പ് പൂട്ടുമ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തും. ഞങ്ങൾ മട്ടന്നൂർ ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത്.
അങ്ങനെ കുട്ടികൾക്കും എല്ലാവർക്കുള്ള ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് എനിക്കൊന്നും എടുക്കാനില്ല കേട്ടോ. ഞാനും ഹംദയും വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നും എടുക്കാനില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പുള്ള പണി എന്താന്ന് വെച്ചാൽ ഈ ബുക്ക് കവർ ചെയ്യാം. പൊതിയിടാനുണ്ട്. ഞാൻ ഇങ്ങനെ മടിയായിട്ട് അങ്ങനെ വെച്ചേനു. ഇന്നൊരു ലീവുള്ള ദിവസം കിട്ടി. അപ്പോൾ ഏതായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് പണ്ടെല്ലാം ഈ ബുക്ക് കവർ ചെയ്യൽ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ഇപ്പോഴും പണി തന്നെയാണ്. അന്ന് ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടാവില്ലേ? ആ ഒരു ടൈപ്പ് ബുക്ക് കവറാണ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിട്ടാൽ പെട്ടെന്ന് എന്താ പറയുക, മഴക്കാലത്തെല്ലാം ബാഗ് നനഞ്ഞാലും എല്ലാം ഈ ഇതിൻ്റെ കവറങ്ങ് ഇതായിപ്പോവും. വെള്ളം കയറിയ പോലെയാവും. അപ്പം ഇപ്പം വന്നിട്ടുള്ളതാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബുക്ക് കവറ്. ഇത് ഇപ്പല്ല, കുറേ ആയി. കുറച്ചധികം ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം അധികാളും ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ബുക്ക് നനയില്ല. നാട്ടിലെല്ലാം നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇത് ഏത് ബുക്കാണ് ഏത് നോട്ടാണെന്നെല്ലാം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത് എൻ്റെ സിസ്റ്ററുടെ മോളില്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ അതന്ന് സൗദിയിൽ നിന്നായിട്ടും കൊണ്ടുവന്നേ. അപ്പോൾ അതിങ്ങനെ ഇടുമ്പോഴാണ് ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നുള്ളത്. പക്ഷെ അന്ന് ഇതില്ലേ, എന്താ പറയുക, ഇതിൻ്റെ ഗമ്മ് ഭയങ്കരമാണ്. എന്താ പറയുക, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ബുക്ക് ബുക്സിനിങ്ങനെ കവർ ചെയ്തിട്ട് പിന്നെ നമുക്കത് ശരിയായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി അതെടുക്കാൻ നോക്കുമ്പില്ലേ, ആ ബുക്കിൻ്റെ ചട്ട അടക്കം ഇങ്ങനെ പറഞ്ഞു വരും. അത്രക്കും ഗമ്മുണ്ടാവും കേട്ടോ അതിൽ. പക്ഷേ ഞാൻ ഇത് ഇത്തവണ വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ഹംദക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നുള്ളത്. നാട്ടിൽ ഞാനിത് അധികം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പം ശ്രദ്ധിക്കായിട്ടായിരിക്കും. അങ്ങനെ ഇത് ഞാൻ ഒട്ടിച്ചത് ശരിയാവായിട്ട് ഒന്നുകൂടി പറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പറ്റുന്നുണ്ടോയെന്ന്. പക്ഷേ ശരിക്കും നമുക്ക് ശരിയാക്കി മാറ്റി ഒട്ടിക്കാനും പറ്റും കേട്ടോ. ശരിക്കും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അധികം ഗമ്മൊന്നുമില്ല. എന്നാലും അവിടെ നമ്മൾ കവർ ചെയ്താൽ സെറ്റായി നിൽക്കും. പിന്നെ ഞാൻ ഇപ്പം കുറേ വീഡിയോ കണ്ടിന് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ വരുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഈ കട്ട് ചെയ്യാനാണ് ഭയങ്കര പണി. പിന്നെയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലേനു. വരുന്നിടത്ത് വെച്ച് കാണാം, ചിലപ്പോൾ റെഡിയാവും ചിലപ്പോൾ റെഡി ആവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതായിരുന്നു. നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ബബിൾസ് പോലെ ഉണ്ടാവും കവർ ചെയ്താൽ. അപ്പം അങ്ങനെ ഫസ്റ്റത്തെ ഉണ്ടേനു. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഹംദക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്ന് കവർ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ബുക്സ്. ഞാനിങ്ങനെ നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിനി. ഇന്ന് ഏതായാലും പെട്ടെന്നൊരു ലീവ് കിട്ടി. അപ്പം പിന്നെ രാവിലെ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എന്നോട് കമൻറ്റിൽ ഡ്രസ്സ് കളക്ഷൻസ് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വരുമ്പം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. എൻ്റെ നല്ല ഡ്രസ്സെല്ലാം അവിടെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല അതിന് നാട്ടിലേക്ക് അയക്കണം. അപ്പോൾ അങ്ങനെ അയച്ച് കഴിയുമ്പോഴേക്ക് ഇവിടെ ഉള്ളത് 2, 3 അങ്ങനെ അങ്ങ് മോശമായി പോകും. ഞാൻ എന്തായാലും വിടുമല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റിയെങ്കിൽ അത് ചെയ്യാം. പിന്നെ കമൻറ്റ് വരുന്നത് എൻ്റെ മാക്സി ഡ്രസ്സ് എവിടെയാണെന്നുള്ളത്. അത് ഞാൻ കുറേ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ആ വീഡിയോസൊന്നും കാണാത്തവരായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഞാൻ ദുബൈയിൽ ദേറാ നൈഫ് സൂക്കിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ തന്നെ വാങ്ങാൻ പോകുന്ന വീഡിയോ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് എവിടെയാണെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിലും നാട്ടിലുള്ളവർക്ക് ഈ ഒരു മാക്സി ഡ്രസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വരുമ്പം കൊണ്ടുവന്നാലും അല്ലെങ്കിൽ റഷി വരുമ്പം അധികവും കൊണ്ടുവരും. എനിക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെയെല്ലാമായിട്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇത്. നാട്ടിൽ കിട്ടുന്നുണ്ട് ഇപ്പം. നാട്ടിൽ ഞാൻ ഷോപ്പിലെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അത്രയും റേറ്റും ഉണ്ട്, നല്ല റേറ്റും ഉണ്ട്. നമ്മൾ അവിടുത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം സെയിം റേറ്റ് തന്നെയാണ്. പക്ഷെ നാട്ടിൽ നമ്മൾ ആ റേറ്റ് കൊടുത്തിട്ട് വാങ്ങൂല. അപ്പം അങ്ങനെ. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ട ഡ്രസ്സ്, ഒരു യെല്ലോ ഡ്രസ്സ്, അത് എനിക്ക് തോന്നുന്നു RMB നിന്നാണ് വാങ്ങിയതെന്ന് തോന്നുന്നു. അന്നെന്തോ ഒരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്നെടുത്തതാണ്. പിന്നെ ഓഫറിൽ ഇട്ട ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ, ഋഷി എന്നോട് പറയും നാട്ടിൽ പോയിട്ട് ഇട്ടാൽ മതി, ഇവിടുന്ന് ഇടണ്ടാന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്നൊന്നും ഇട്ടിട്ടില്ല.
ഇവിടെ വന്ന് ഇട്ട് നോക്കുമ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടേനു. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഹംദ വന്നിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഓളെയും കൂടി ഇവിടെ ആക്കിയാൽ കണക്കായി, പിന്നെ ഒന്നും നടക്കില്ല. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് ഇതെല്ലാം നോക്കിയിട്ട് പിന്നെ ഓളങ്ങ് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കവറ് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിലേ ഭയങ്കര ഇടങ്ങാറ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പം ഞാൻ ഇടുന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും, ഇടുന്നത് ശരിയാവായിട്ടായിരിക്കും. പിന്നെ എനിക്ക് ഓർമ്മ വരുന്നില്ലേ, പണ്ടെല്ലാം ഞാൻ ബുക്ക് കവർ ചെയ്യുന്നത് എന്താ പറയുക, കലണ്ടർ ഉണ്ടാവില്ലേ, കലണ്ടർ വെച്ചിട്ടാണ് ബുക്ക് കവർ ചെയ്യുക. പണ്ടെല്ലാം അങ്ങനെയാണ്. എന്നെപ്പോലെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടുക കേട്ടോ. പണ്ടെല്ലാം അതേനു മോഡല്. പിന്നെ ഈ നോട്ട് കവർ ചെയ്യാൻ വലിയ എടങ്ങാറ് തോന്നിയിട്ടില്ല കേട്ടോ. ഈ വലിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ലേ, അത് കവർ ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടി എടങ്ങാറായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ഇത്രയും സമയം കട്ട് ചെയ്ത പോലെയല്ല ഇതിന് കട്ട് ചെയ്തത്. ഇതിൻ്റെ നീളവും വീതിയെല്ലാം ഒന്നിച്ച് കിട്ടണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു ഷീറ്റായി മാറിയിട്ടുണ്ട്. അപ്പം അതങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടില്ലെങ്കിലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവും. അപ്പം ഇത് എനിക്ക് കുറച്ച് എടങ്ങാറായിട്ട് തോന്നിയിട്ടുണ്ടേനു. അങ്ങനെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ബുക്സ് എല്ലാം സ്കൂളിലാണ് ഉള്ളത്. അത് ഇങ്ങനെ എല്ലാ ദിവസവും കൊടുത്തയക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരം ടൈമിൽ ലൂണനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറേ നാളായി ഓനൊന്ന് കുളിപ്പിച്ചെടുത്തിട്ട്. ഞാൻ പോയിട്ട് ഇവരാരും കൊണ്ടുപോയിനോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളായി വിചാരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ വീട്ടിലുണ്ടാകുമ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ പോവാന്ന്. ഓനെ കൊണ്ടുപോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. വീട്ടിൽ നിന്നല്ലേ ഹംദ എടുത്ത് നടക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഓനെ കുളിപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ അതെന്തോ പോലെയല്ലേ. ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയതാണ്. ഇവർ ഗ്രൂം ചെയ്ത അന്നും പിറ്റേ ദിവസം ഇല്ലേ ഭയങ്കര സ്മെല്ലായിരിക്കും ആ ഒരു ഷാമ്പുവും എല്ലാം. പിന്നെ എല്ലാം ക്ലീൻ ചെയ്യും. നെയിൽ കട്ട് ചെയ്യും, ഹെയർ, പിന്നെ ചെവിയിലെ അതെല്ലാം ക്ലീനാക്കി എടുക്കും കേട്ടോ. പിന്നെ ചില സമയങ്ങളില്ലേ ഓൻ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു കൊട്ടയിലെല്ലാം ആക്കിയിട്ട് കൊണ്ടുപോകുന്നുള്ളത്. കാറിൽ കയറിയാലും ഭയങ്കര പേടിയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. കൊണ്ടുപോകുമ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷെ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ പുറത്തിറക്കിയോണ്ട് വലിയ കരച്ചിലൊന്നും ഇല്ല. അതുപോലെ തന്നെ പോകുമ്പം ആർക്കും എടുക്കുമൊന്നും വേണ്ടേനു. തിരിച്ച് വരുമ്പം എല്ലാവരും അടിയായിട്ടാ, എനിക്ക് വേണം എനിക്ക് വേണം എന്നിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം വന്നപാടും ഇനി ഫുഡ് ആക്കേണ്ട പരിപാടിയാണ് കേട്ടോ. പോകുമ്പോൾ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇറച്ചി ചോറിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ നല്ല വൃത്തിയിൽ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഉണ്ടാക്കുന്നുള്ളത് കറക്റ്റ് അതിൻ്റെ മസാലയും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ പുറത്ത് പോയിട്ട് വരാൻ ലേറ്റ് ആയല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിലാണ് ഞാൻ വീഡിയോ എടുത്തത്. ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് പിന്നെ പട്ട, കറാമ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഉള്ളി, തക്കാളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. അതല്ലാണ്ട് വീട്ടിൽ നിന്ന് ഒരു സ്പെഷ്യൽ മസാല പൊടിക്കലുണ്ട്. അതില്ല കേട്ടോ, അതിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇതെല്ലാം ഇട്ട് ഞാൻ ഗരം മസാല കുറച്ചധികം ചേർത്ത്. അപ്പം കുറച്ചധികം സ്പൈസി ആയി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത് ചെറുതായിട്ട് അടിക്ക് പിടിക്കുന്നതുകൊണ്ട്
ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ, പക്ഷെ അത് കുറച്ച് കൂടിപ്പോയി കേട്ടോ. അതെല്ലാം കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വേറൊരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ ഇനി ഇത് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടാവില്ലേ, അത് ഞാൻ ഫസ്റ്റ് മാറ്റി എടുത്തിട്ടുണ്ടേനു. കാര്യം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രേവി 1 കപ്പ് ഉണ്ടേനു. പിന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച്, പിന്നെ ഇതിലേക്ക് ഇനി നേരിയ അരിയും കൂടി ഞാൻ കഴുകിയിട്ട് എടുത്തിട്ടുണ്ടേനു. എല്ലാം ചടപടേന്ന് ആക്കുന്ന കേട്ടോ. കുട്ടികൾക്ക് നാളെ സ്കൂളുള്ളതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ കിടക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. കുറച്ച് കഴിയുമ്പം തന്നെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഈസിയാണ്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ ഇത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം. ഞാൻ ആ തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഈ ഒരു വീഡിയോ പിന്നെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടാം. പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക് യു, ബൈ.